ജയച്ചാർ പൊന്നൂസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 1 കിലോ ചിക്കൻ, 1 കിലോ അരി എന്നിവ കൊണ്ടുള്ള ഒരു ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനാവശ്യമുള്ള തക്കാളി, ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവ എടുത്തു വെക്കുക. ചിക്കൻ 1 കിലോ എടുക്കുക. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക. അതിലേക്ക് തൈര് 1 കപ്പ് ഒഴിച്ച് മിക്സ് ചെയ്യുക. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ചേർക്കുക. മല്ലിയിലയും പുതിനയിലയും കൂടി ചേർക്കുക അതിലേക്ക്. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ഒരു സ്ഥലത്ത് വെക്കുക. ഇനി ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കുക. അതിലേക്ക് ഇത് ഉള്ളി മൂപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിലേക്ക് ഉള്ളി ഇടുക. ഉള്ളി, തക്കാളി എന്നിവ ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്യുക. ഏകദേശം മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് തക്കാളി കൂടെ ആഡ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇറച്ചി അതിലേക്ക് ഇടുക. ഒരു കപ്പ് 2 കപ്പ് വെള്ളം ഒഴിക്കുക. ഇനി ഈ ബിരിയാണിയിലോട്ട് ആവശ്യമുള്ള സലാഡ് ഉണ്ടാക്കുന്നതാണ് പറയാൻ പോകുന്നത്. ഉപ്പ്, തൈര്, പച്ചമുളക് എന്നിവ കട്ട് ചെയ്ത് തൈര് ആഡ് ചെയ്താൽ നമുക്ക് സലാഡ് റെഡി. ഇനി അടുത്തത് ഉള്ളി മൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആ മൊരിച്ച എണ്ണയിൽ തന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി എന്നിവ കൂടി മൊരിച്ചെടുക്കുക. മല്ലിയില എന്നിവ ആഡ് ചെയ്യുക. ചിക്കൻ നല്ല വേവാൻ വേണ്ടി വെക്കുക. ഇനി 1 കിലോ ബസുമതി അരി നല്ലോണം കഴുകിയിട്ട് ഒരു 2 സ്പൂണ് നെയ്യ് എന്നിവ ആഡ് ചെയ്ത് അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവ ഇടുക. ഉപ്പ് ഇടുക. നന്നായി ഇളക്കുക. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം ആണ് ഇതിൻ്റെ കണക്ക്. അരിയിട്ട് വേഗം വെക്കുക. വെള്ളം ഒന്ന് ഇളക്കി കൊടുക്കുക.
ചിക്കൻ അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ടാവും. ആ ചിക്കൻ മസാല അപ്പോൾ റെഡിയായി. ഇനി ഒരു 2 സ്പൂൺ നെയ്യിട്ട് ചോറിടുക. ശേഷം അതിൻ്റെ മേലെ മസാല വരുന്ന രൂപത്തിൽ ചെയ്യുക. എന്നിട്ട് ചോറിടുക. അങ്ങനെ ലെയറായിട്ട് ചെയ്യുക. ഇതിലേക്ക് ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി, മല്ലിയില മേലെ വിതറി കൊടുക്കുക. ചിക്കൻ ബിരിയാണി ഇപ്പോൾ നമ്മളിത് റെഡിയായി. അതിലേക്ക് ആവശ്യമുള്ള സലാഡ് റെഡിയാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്.